ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നേക്കുന്നതിൻ്റെ കാര്യം എന്താന്ന് ആർക്കെങ്കിലും അറിയാവോ? നമ്മൾ എമ്പുരാന്റെ എമ്പുരാന്റെ ലിയോ എന്നൊക്കെ പറയാൻ പോയി. ഏത് കാലത്താ ലിയോ അല്ല ലൂസിഫറ പറയാൻ വന്നു. ലൂസിഫർ പറയാൻ വന്ന്. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് എമ്പുരാൻ കണ്ടിട്ട് വന്നിട്ട് ചായ ഒക്കെ കുടിക്കാനുണ്ട്. രാഹുലേട്ടനെ വകയാട്ടോ ചായ. നിന്റെ അതെ, ഞാനാണ് കാലത്ത് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അതൊന്നല്ലല്ലോ വിഷയം. അപ്പൊ നമ്മള് ഇന്ന് പുലർച്ചെ ഫാൻ ഷോ കണ്ടു. ദൈവമേ, ഫാൻ ഷോ ആയതുകൊണ്ട് തന്നെ ഫാൻ ഷോ അല്ലേ കാണേണ്ട ഒരു സംഭവം. വേറെ അതിനകത്തൊക്കെ ചിലപ്പോ അത്രയും ഒരു ഇത്രയും എഫക്റ്റ് കിട്ടത്തില്ല. ഫാൻ ഷോയിൽ പോയിരുന്ന് കാണുമ്പോ ഫാൻസാരുടെ ഇടയിൽ നിന്നിട്ടുള്ള ഓരോ പക്ഷെ പാട്ടം പൊളി. ലൂസിഫറിന്റെ ഒരു ഡബിൾ മടങ്ങ് എഫക്റ്റ് കിട്ടുന്ന ഒരു പടമായി പോയി. രക്ഷയില്ല. സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ആ ഒരു വേണോ വേണ്ടായോ ഇങ്ങനെ മുഖത്ത് നോക്ക വേണോ സ്പോയിലറാവോ? കാരണം ഇപ്പൊ ഫാൻ ഷോ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. ഇനി ആളുകൾ ഇരുന്ന് കാണാനും ഇപ്പൊ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്പോയിലർ ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് കാരണം ഒന്നും പറയാനും പറ്റുന്നില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയി ഇനി സ്പോയിലർ ആയാലോ. ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്, അതിനകത്താണ് ഞാൻ ടൈറ്റിൽ പോലും എടുത്തിട്ടില്ല. ഇനി അങ്ങനെ എവിടെ വെച്ചാ ടൈറ്റിൽ കാണുന്നതെന്ന് ഓർത്ത് ആൾക്കാരെ കാണിച്ചെന്ന് ഓർത്തിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് ഓർത്തിട്ട് അതും എടുത്തില്ല. കാരണം ഇതിൽ ഒരുപാട് ഹിഡൻ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ രാജേട്ടൻ വീണ്ടും ഞെട്ടിച്ചിട്ടോ. സത്യം പറയാലോ, അടിപൊളിയാക്കിയിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ കാസ്റ്റിംഗ് ആയാലും സ്റ്റൈലായാലും സ്വാഗ്. പഴയ ലാലേട്ടനെ നമുക്ക് ആ മാസ്, ആ നരസിംഹവും ആറാം തമ്പുരാനും ഒക്കെ കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം പഴയ ലാലേട്ടനൊന്നും നമുക്ക് കാണാൻ പറ്റും. ഫാൻ ബോയ് ചെയ്ത സിനിമയാണ്. അതെ, ഫാൻ ബോയ് ആയുള്ള നമ്മുടെ രാജേട്ടൻ തന്നെ ചെയ്യുമ്പോൾ അത്രയും എഫക്റ്റീവായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പക്ഷെ മക്കളെ തിയേറ്ററിൽ പോയി കാണട്ടെ. നിങ്ങൾ OTT വരാനോ അല്ലെങ്കിൽ ആരേലും എടുത്തോണ്ട് വരുന്ന പ്രിന്റ് കാണാനോ അങ്ങനെയുള്ളവന്മാരെ കൈ കെട്ടി ഇടിച്ച് കൂമ്പ് കാട്ടണം. സത്യം പറയല്ലേ, നമ്മൾ എനിക്ക് തന്നെ ആയാലും ഇന്ന് എനിക്ക് അധികം ഒന്നും ഞാൻ അതിൽ നിന്ന് ടൈറ്റിൽ പോലും എടുത്തിട്ടില്ല. ചില ആൾക്കാർ അവിടെ ഇരുന്ന് അങ്ങോട്ട് മാസീനൊക്കെ ഇരുന്ന് ഷൂട്ട് ചെയ്യുക. എന്തിനാ ഇപ്പോഴും എത്ര പേരോട് പറഞ്ഞാലും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഒരിക്കലും വരുന്ന ഒരു സീനോ കാര്യങ്ങളോ ഒന്നും എടുക്കരുത്. എന്തിനാ വെറുതെ OTT വരും, ഇതിലൊക്കെ വരും. അതിന്റെ മുന്നേ പടം പിള്ളേർ അവിടെ വന്നടിക്ക് ആരാ ഇതിനകത്തെ ആ മറ്റേ ഡ്രാഗന്റെ പിന്നിലെ ആളാരാന്ന് അറിഞ്ഞിട്ട് വേണം അവിടെ ചെന്ന് പറയാനെന്ന്. എന്തിനാ ഡ്രാഗൺ ആരാന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ അത് പറയാന്നല്ല. പടത്തിൽ ഞങ്ങള് ഇങ്ങനെ സ്റ്റെപ്പ് തിയേറ്ററിൽ കേറുമ്പോ കൂട്ടത്തിലൊരു പയ്യൻ പറയാ, അവൻ അങ്ങനെ എടുത്തിട്ട് അപ്പുറത്തേക്ക് പറമ്പി കിട്ടാലോ വിചാരിച്ചു. കാരണം 4 വർഷമായിട്ട് ഒരാള് നാലോ 5 കൊല്ലമായിട്ട് ഒരാളെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് ആ പാടത്തിൽ കൊണ്ട്. സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. സ്ക്രിപ്റ്റ് വൈസ് പറഞ്ഞാൽ മുരളി ഗോപിനെ സമ്മതിക്കണം കേട്ടോ. എങ്ങനെയൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വെക്കണതും ഇതാക്കണതൊക്കെ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോ അതിനെങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ഡയലോഗിലും ഓരോ നമുക്ക് ഹിഡനായിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സസ്പെൻസ് റോൾ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോയി. തീരെ ഇഷ്ടം ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അയ്യോ, ദീപക് ദേവ് കിട്ടിക്കുണ്ട്, പൊളിയായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീൻ കാണുമ്പോഴും നമുക്കതിൻ്റെ ആ ഒരു ഇമോഷൻ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു രോമാഞ്ച സാധനം കിട്ടണമെങ്കിൽ അതും കിട്ടുന്നുണ്ട്, ഇമോഷണൽ കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അത് ആ ഒരു കാര്യത്തിൽ ഭയാനകമാണ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ക്യാമറയൊക്കെ എന്താ പറയാത്തെ, ക്യാമറ ഒക്കെ അടിപൊളിയായിട്ട് കേട്ടോ. കാരണം ഒരുപാട് നമ്മള് എന്താ പറയുക, ഒരു ഹോളിവുഡ് സിനിമക്ക് എങ്ങനെ കാണുന്നു ആ ലെവലിലിരുന്ന് നമ്മൾ കാണുന്ന ഒരു പ്രതീകമാണ് നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു ഫീല്. ഒരുപാട് ഷോട്ട് ഉണ്ട് കേട്ടോ, ഒരുപാട് ഷോട്ട് ഉണ്ട്. പറയാനും പറ്റാത്തൊരവസ്ഥയിലോ ദൈവമേ നമ്മൾ വരെ ചിന്തിക്കുക അങ്ങനത്തെയാണ്. പക്ഷെ മക്കളെ, തിയേറ്ററിൽ പോയി എന്നെ കണ്ടോളി. കൊടുത്ത കാശിന് മുതലാണ്. ലാലേട്ടൻ രാജേട്ടൻ പൊളിച്ചടിക്കുന്നുണ്ട്. സസ്പെൻസ് ആരും പറയരുത്. അതെ, ഒരിക്കലും റിവ്യൂ പറയണ ആരും സസ്പെൻസും കൊണ്ട് വരരുത് മക്കളെ.
ആരും വരല്ലേ. കാരണം അത് ഒന്നുമില്ല അതാ നല്ലത്. അതെ. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. എമ്പുരാൻ, കിടുക്കി, കിടിലോസ്കി. അടുത്ത 1000 കോടിയായെന്ന് തോന്നുന്നു. അടുത്ത 1000 കോടിക്കുള്ള മുതല് വരുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ടല്ല, വന്നു. അപ്പൊ എല്ലാരും പോയി കാണുക, തിയേറ്ററിൽ തന്നെ കാണുക. ഓക്കെ, ബൈ.